പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീട്ടിനകത്തിരുന്നാലും മതി, ഒരു ഫാൻ പൊട്ടി വീണാലും പോരും. അവസാനിക്കണമെങ്കിൽ അതായാലും പോരും. ഇന്നലെ മലയാളികൾ ഏറെ വേദനയോട് കേട്ട ഒരു മരണ വാർത്തയാണ് നടനായ സന്തോഷ് കെ നായരുടേത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറെ ശ്രദ്ധ നേടുകയാണ്. അദ്ദേഹം അവസാനമായി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഈ വീഡിയോ. എന്തോ മുൻകൂട്ടി കണ്ട് ആരോ പറയിപ്പിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. തന്റെ ജീവിതം അവസാനിക്കണമെങ്കിൽ തന്റെ ആയുസ് ഈ ഭൂമിയിൽ തീർന്നിരിക്കണം. അങ്ങനെ തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി വിട്ട് പോവേണ്ടിയും വരും. അതുപോലെ വീടിനകത്ത് അടച്ചുമൂടിയിരുന്നാലും എനിക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരും. അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പല മലയാളികൾ കണ്ണു നിറഞ്ഞു എന്ന് തന്നെ പറയണം. സ്വന്തം മരണത്തെക്കുറിച്ച് എന്തോ മുൻകൂട്ടി പറയുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അറം പറ്റിപ്പോയല്ലോ എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ കമന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമുള്ള അതേ ദുഃഖം തന്നെയാണ് വീട്ടിൽ ഓരോ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പോലും ഇത്രയും അധികം സങ്കടമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഓരോ വ്യക്തികളോടും പെരുമാറിയതെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. അതാണ് ഇന്ന് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് ദൈവം വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും അദ്ദേഹം ഇനിയും ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണെന്നും എല്ലാവരോടും നല്ല സൗഹൃദവും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന വ്യക്തിയാണ് എന്നാണ് സന്തോഷ് കെ നായരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളടക്കം പറയുന്നത്. സിനിമയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന സന്തോഷ് വീണ്ടും സിനിമാ ലോകത്തേക്ക് സജീവമായി തുടങ്ങിയത് ഇപ്പോഴായിരുന്നു. മോഹിനിയാട്ടം എന്ന ചിത്രം ഹിറ്റായതോടുകൂടി ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് സന്തോഷ് കെ നായർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്.